Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കസോത്തി വർക്ക് ഈ വർക്ക് എല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു വർക്ക് ആയിരിക്കും. ഇത് തയ്ക്കാൻ ഈവൻ ബിഗിനേഴ്സിന് വരാണെങ്കിൽ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. ഇപ്പോൾ കസോത്തി വർക്ക് കച്ച് വർക്ക് പോലെ തന്നെ ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഫുൾ ബോർഡർ തയ്ക്കുകയാണെങ്കിലും കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് സാരിയിലായാലും ചുരിദാറിലായാലും സ്പ്രെഡ് ചെയ്ത് തയ്ക്കുകയാണെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. കച്ച് വർക്ക് തയ്ക്കാൻ പാടാണെങ്കിൽ കസോത്തി വർക്കിൻ്റെ ഡിസൈൻ വരയ്ക്കാനാണ് പാട്. ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കസോത്തി വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസൈൻ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കസോത്തി വർക്കിൻ്റെ ഡിസൈൻസ് വരുന്നത്. അപ്പോൾ അതൊരു ഫുൾ സാരി ബോർഡർ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരച്ചെടുക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിസൈൻസ് വരയ്ക്കണത് എങ്ങനെയാണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കസോത്തി വർക്കിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നതെന്ന്. ഞാൻ യൂഷ്വലി സാധാരണ പ്രിൻ്റ് ഔട്ട് സാധാ ഡിസൈൻ വരയ്ക്കും, ബാക്കിയുള്ള ഡിസൈൻസ് വരയ്ക്കുന്ന പോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഡിസൈൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, അത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മേലിൽ വെച്ചിട്ട് ആ പൊസിഷനിൽ വെച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാറ്. അതല്ല എന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഡിസൈൻസ് വരച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ കൊടുത്ത് അവർ നമ്മൾ പറയുന്ന പാറ്റേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വരച്ചു തരും, നമ്മൾക്ക് മാർക്ക് ചെയ്ത് തരും, എന്നിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഫുൾ സാരിയിലൊക്കെ വരയ്ക്കണമെങ്കിൽ ബോർഡറായിട്ട് തയ്ക്കണമെങ്കിലാണ് പാട് ഇതിൻ്റെ ഡിസൈൻ വരയ്ക്കാനായിട്ട്. പക്ഷെ തയ്ക്കാൻ വളരെ എളുപ്പമുള്ളൊരു സ്റ്റിച്ചാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഫുൾ ബോർഡറൊക്കെ സാരിയിൽ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു ഒലീവ് ഗ്രീൻ ടോപ്പ് മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു കുഞ്ഞു മോട്ടീവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് കസോത്തി വർക്കിൻ്റെ ഡിസൈൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും, ബ്ലൂ പ്രിൻ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പ് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ കസോത്തി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്മോൾ ഡിസൈൻ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് സ്ലീവിൽ വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ സ്ലീവിലായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആങ്കറിൻ്റെ ത്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ബ്ലാക്ക് കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. 2-3 strands ഒക്കെ മതിയാവും കസോത്തി വർക്ക് ചെയ്യാനായിട്ട്. അതിൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല. ഒത്തിരി പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുക. അതിലും ഇത് ഇങ്ങനത്തെ ഡിസൈൻ തയ്ക്കുമ്പോൾ ഇത് തയ്ച്ചു കഴിയുമ്പോൾ ശരിക്കും വരച്ച് പ്രിൻറ്റ് ചെയ്തോരെ അതുപോലെ ഇരിക്കും തയ്ച്ചു കഴിയുമ്പോൾ. അപ്പം ഒത്തിരി തടിച്ചിരിക്കുന്നത് കൊള്ളത്തുണ്ടാവില്ല. 2 അല്ലെങ്കിൽ 3 strands യൂസ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഡിസൈനിൽ ഈ സ്റ്റെപ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് നമ്മൾ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ താത്തുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് തയ്ച്ച് തീർക്കുക. എൻഡ് വരെ തയ്ക്കുക ഡിസൈൻ ഫുള്ളും. ഇതിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും കെയർഫുള്ളായിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ ഡിസൈനിൻ്റെ സ്റ്റെപ്സ് എല്ലാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തയ്ച്ചു കഴിയുമ്പോൾ ആ ഭംഗി കിട്ടത്തുണ്ടാവില്ല. അപ്പോൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വരയ്ക്കണം. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിലാണെങ്കിൽ കാർബൺ പേപ്പറൊന്നും യൂസ് ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ വരച്ചാൽ മതി. താഴെ ഡിസൈൻ വെച്ചിട്ട് മേലിൽ കൂടെ പെൻസിൽ വെച്ചിട്ട് വരച്ചെടുത്തേച്ചാൽ മതി. അന്നേരം ഈ പറഞ്ഞ പോലെ ഒത്തിരി ഡാർക്കായിട്ട് ലൈറ്റ് കളർ ത്രെഡായിട്ട് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഒത്തിരി ഡാർക്കായിട്ട് പെൻസിൽ വെച്ച് വരയ്ക്കരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാം. ഇപ്പം ഒട്ടും തയ്യൽ അറിയില്ലാത്ത ആൾക്കാർക്ക് വരെ സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചിങ് ആണിത്. ഈ കസോത്തി വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് സ്പീഡിൽ തീർക്കുകയും ചെയ്യാം. ഇതുവരെ ഫുള്ളും നമ്മൾ ഈ ഫുൾ ഡിസൈൻ ഇതിങ്ങനെ പോകും. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഈ സ്റ്റെപ്സ് എല്ലാം തയ്ച്ച് അവസാനം ഇവിടം വരെ വന്ന് നമ്മൾ എൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ സെക്കൻഡ് റൗണ്ട് തയ്ച്ചു പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഫുൾ റൗണ്ടും തയ്ച്ച് തീർക്കാം. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഈ സെയിം ഹോളിൽ എവിടെ നമ്മൾ പൊക്കിയെടുത്തു അവിടെ തന്നെ നമ്മൾ താത്തണം. അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്രീൻ കളർ ത്രെഡ് വരാൻ പാടില്ല, തുണിയുടെ ത്രെഡ് വരാൻ പാടില്ല. അതുപോലെ സെയിം ഹോളിൽ തന്നെ കുത്തി താത്തുക.
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ ഈ സൈഡല്ലേ തയ്ക്കേണ്ടത്, ഇങ്ങോട്ടേക്കല്ലേ ത്രെഡ് പോകേണ്ടത്. അപ്പോൾ ഈ ഹോള് എവിടെയാണ് നമ്മൾ താത്തിയെ അവിടെ തന്നെ നമ്മൾ എടുക്കുകയും ചെയ്യണം. സെയിം ഹോളിൽ തന്നെ എടുക്കണം. എന്നാലാണ് ഫിനിഷിങ് വരുള്ളൂ. ഇവിടെ താത്തുമ്പോഴും ആണെങ്കിലും സെയിം ഹോളിൽ തന്നെ നമ്മൾ താത്തണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ തുണിയുടെ ത്രെഡ് കാണാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സെയിം ഹോളിൽ നമ്മൾ പൊക്കിയെടുക്കാനും സെയിം ഹോളിൽ തന്നെ താത്തുകയും ചെയ്യണം. ആദ്യം തയ്ച്ച ത്രെഡിൻ്റെ സെയിം സ്ഥലത്ത് തന്നെ, എന്നാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അതാണ് അതിൻ്റെ കസോത്തി വർക്കിൽ ഫിനിഷിങ് വരുന്നത് ഇവിടെയാണ്. ഒന്ന്, ഡിസൈൻ വരയ്ക്കുന്നത് തെറ്റാണ്ട് വരയ്ക്കണം. രണ്ട്, ഇതുവരെ സെയിം ഹോളിൽ തന്നെ എടുക്കാനും താത്താനും നമ്മൾ നോക്കണം. ഇതിപ്പോൾ നമുക്ക് ഒരു കളറ് ഇപ്പം സെക്കൻഡ് റൗണ്ട് വരുന്നത് വേറെ കളറ് വേണം എന്നുണ്ടെങ്കിൽ വേറെ കളർ ത്രെഡ് വെച്ച് യൂസ് ചെയ്തും തയ്ക്കാം. അങ്ങനെ ചെയ്താലും ഭംഗിയായിരിക്കും. ഇപ്പം അല്ല വേണ്ട ഒരു ത്രെഡ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇങ്ങനെ നമുക്ക് ഫുള്ളും ഇപ്പം നമ്മൾ എന്തോ ഒരു ഫസ്റ്റ് റൗണ്ട് പോയ പോലെ തന്നെ സെക്കൻഡ് റൗണ്ട് ഇതുവരെ തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് കെട്ടിട്ട് നമുക്ക് ഈ ക്രോസും ഈ ക്രോസും നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ഫുള്ളും തയ്ച്ചു കഴിഞ്ഞു. 2 റൗണ്ടും തയ്ച്ച് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ 2 ക്രോസും നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കസോത്തി വർക്കിലൊരു ഇതുള്ളത് സെയിം ത്രെഡാണ് തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമുക്ക് സ്റ്റെപ്സ് തയ്ക്കേണ്ടത്. ഓൾട്ടർനേറ്റ് വിട്ടിട്ട് തയ്ക്കണം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ 2 ലൈൻ അടുപ്പിച്ച് വിട്ടു, ഒരു ലൈന് പകരം 2 ലൈനാണ് വിട്ടേ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. ഇപ്പം ഞാനിപ്പം ഈ ഒരു ലൈനും വിട്ടിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 2 ലൈൻ വിട്ടു അറിയാതെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ വരാൻ നേരത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തയ്ച്ച് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു 2 ലൈൻ അബദ്ധത്തിൽ വിട്ടു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ക്രോസിൻ്റെ സെക്കൻഡ് റൗണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണല്ലോ നമ്മൾ തെറ്റിപ്പോയത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ച്ചാൽ മതിയൊന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്പെറൻറ്റ് തുണിയിലാണ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ത്രെഡ് വലിക്കുമ്പോൾ അടിയിൽ കൂടെ ഒന്ന് കാണും, അങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയാണല്ലോ എടുക്കേണ്ട ത്രെഡ്, അപ്പോൾ ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ത്രെഡ് വലിക്കുന്നത് അടിയിൽ കൂടെ കാണാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് തുണിയിൽ തയ്ക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ലാത്ത മെറ്റീരിയലാണ് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ വലിച്ചെന്ന് വെച്ച് കുഴപ്പമില്ല, കാണത്തില്ലല്ലോ. അങ്ങനെ 2 വിട്ടുപോയി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിങ്ങനെ തയ്ച്ചാലും മതി. അപ്പം അങ്ങനെ നമ്മൾ ഈ ക്രോസും തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മേലത്തെ ക്രോസും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കസോത്തി വർക്കിൻ്റെ ഈ മോട്ടീവ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലീവിൽ വരുന്നതാണ്, അതുകൊണ്ട് കുറച്ച് ഒരു ഡിസൈൻ വലുതായിട്ടാണ് ഞാൻ സ്ലീവിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൽ വരുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ടോപ്പിൽ വരുന്ന ഡിസൈനാണ്. ഇതുപോലത്തെ 6 ഡിസൈനാണ് ടോപ്പിലുള്ളത്, ഫ്രണ്ട് പോർഷനിലുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡിസൈന് കുറച്ച് എൻലാർജ് ചെയ്തിട്ടാണ് സ്ലീവിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ലീവിൽ തയ്ച്ചിരിക്കുന്ന ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ തയ്ച്ചു കഴിയുമ്പോൾ വരുന്നത്. നെക്കിൻ്റെ താഴത്തോട്ട് 6 ഡിസൈൻസ് ആണ് വരുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 1, 2, 3 ആയിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഡിസൈൻസ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തയ്ച്ച് കാണിച്ച ഈ ഒരു കുഞ്ഞു ഡിസൈൻ മാത്രം കയ്യിലായതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ഡിസൈൻ 4 ഇവിടെ ഒരു ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനത്തെ 6 ഡിസൈൻസ് ആണ് സ്പ്രെഡ് ചെയ്ത് തയ്ച്ചിരിക്കുന്നത്. മെറ്റീരിയൽ വന്നിട്ട് പോളി കോട്ടൺ ആണ്. മെറ്റീരിയൽ ലൈറ്റ് ഒലീവ് ഗ്രീൻ പോളി കോട്ടൺ ആണ്. അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളർ ത്രെഡ് ഇട്ടതാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈവൻ ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് കസോത്തി വർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.